എല്ലാവർക്കും നമസ്കാരം. നക്ഷത്ര ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയ ടീച്ചറാണ്. നമുക്കിന്നൊരു ക്ലാസ് എടുക്കാം അല്ലേ? നമ്മൾ ഇതുവരെ ക്ലാസ്സൊന്നും അങ്ങനെ എടുത്തിട്ടില്ലല്ലോ. നമുക്കൊരു ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ആൽഫാബെറ്റ്സ് ഒക്കെ എഴുതണമെങ്കിൽ നമുക്കൊരു 2 ലൈൻസ് ഉണ്ട്. അതെന്താണെന്നറിയോ? സ്ലാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും. അത് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ LKG കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. LKG കുട്ടികൾക്ക് സ്ലാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും അറിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിനോട് അത് എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, എന്താണ് സ്ലാൻഡിങ് ലൈൻ? നമ്മൾ ചിരിച്ചെഴുതില്ലേ, ഇങ്ങനെ ചിരിച്ച് വര വരയ്ക്കില്ലേ? ഈ ചെരിഞ്ഞ് വര വരയ്ക്കുന്നതാണ് സ്ലാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞത്. എന്താണ് സ്ലാൻഡിങ് ലൈൻ? നമ്മൾ പിന്നെ ഇങ്ങനെ വരയ്ക്കില്ല, നമ്മൾ ഇതേപോലെ ഇങ്ങനെ നേർ വരയ്ക്കില്ലേ? ഇതാണ് സ്ലീപ്പിംഗ് ലൈൻ. എന്താണ് സ്ലീപ്പിംഗ് ലൈൻ? സ്ലീപ്പിംഗ് ലൈൻ. അപ്പോൾ ചെരിഞ്ഞ് വരയ്ക്കുന്നത് സ്ലാൻഡിങ് ലൈനും നേരെ വരയ്ക്കുന്നതാണ് സ്ലീപ്പിംഗ് ലൈനും. ഈ രണ്ടെണ്ണം പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആൽഫാബെറ്റ്സ് നോക്കാം. എല്ലാവർക്കും ഫസ്റ്റത്തെ ലെറ്റർ അറിയല്ലോ അല്ലേ? എന്താണ്? എ. ആൽഫാബറ്റിൽ ഫസ്റ്റ് ലെറ്റർ ആണ് എ. എന്താണ്? 2 സ്ലാൻഡിങ് ലൈനും 1 സ്ലീപ്പിംഗ് ലൈനും കൂടിയിട്ട് ചേർന്നപ്പോൾ എന്തായി? എ. ക്യാപിറ്റൽ ലെറ്റർ എ. എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ. ഇനി ബി എല്ലാവർക്കും എഴുതാൻ അറിയോ? എങ്ങനെയാണ്? ബി. നമുക്ക് ഇന്നൊരു 4 വേർഡ് പഠിക്കാം. ഓക്കെ, ABCD അത്ര മാത്രം പഠിച്ചാൽ മതി. കാരണം LKG കുട്ടികളല്ലേ. ABC ഇതെന്താ? ജസ്റ്റ് ഒരു കർവ് അല്ലേ? ജസ്റ്റ് ഒരു ഇതാണ് C. And this D. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? ABCD. അപ്പം എല്ലാവരും ഇത് പഠിക്കണം. ABCD. മിസ് ഇപ്പോൾ ബാക്കിയുള്ളത് ആൽഫാബെറ്റ്സ് എല്ലാം ഒന്ന് എഴുതി തരാം കേട്ടോ. എല്ലാം എഴുതിയിട്ട്, അപ്പോൾ നമ്മളിന്ന് 4 ലെറ്റേഴ്സ് പഠിച്ചു അല്ലേ? കൊച്ചു കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അധികം ലെറ്റേഴ്സ് പഠിപ്പിക്കാൻ കഴിയില്ല. ഒരു 4 ലെറ്റേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും ഞാൻ ബോർഡിൽ എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.